ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളെ കാണാൻ തുടങ്ങിയിരുന്നു. ഒരു 3 തവണ നിയോജക മണ്ഡലത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളാണല്ലോ. 7 അസംബ്ലി മണ്ഡലങ്ങളിലും 2-3 തവണ പര്യടനം നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എത്തിയെന്ന് പറയാൻ പറ്റില്ല, കാരണം പാർലമെൻറ്റ് മണ്ഡലം വളരെ വിസ്തൃതമാണ്. എങ്കിലും കുറേയേറെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കുറേയേറെ പരിപാടികൾ ഇതൊക്കെ നടത്തി മണ്ഡലത്തിലാകെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ധാരാളം സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും എല്ലാം ഒരുപോലെ വളരെ ആവേശപൂർവ്വമായിട്ട് പങ്കെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തുടക്കത്തിലെ അങ്ങനെയാണ്. ഇപ്പോൾ അത് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. അതെ അതെ ഞാനതിന് മറുപടി പറഞ്ഞതാണ്. അത്തരത്തിൽ വളരെ വൃത്തികെട്ട ചില പ്രയോഗങ്ങൾ കണ്ടപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പരാതി നിയമപരമായിട്ട് നോക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ഒരു കോടതി ഉണ്ടല്ലോ, ജനങ്ങളാണ് ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ട് അത്തരം അപവാദ പ്രചരണങ്ങൾ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അവരതിനെ പ്രതികരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ അതെ അത് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ നവമാധ്യമങ്ങൾ കാണുന്നില്ലല്ലോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആളുകൾ അത് വാച്ച് ചെയ്യുന്നുണ്ട്. എന്നോട് അതിന് ശേഷം പറഞ്ഞിട്ടില്ല. തുടരും എന്നുള്ള സൂചന അവർ ചില ഭാഗത്ത് പറഞ്ഞിരുന്നു. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ പറയട്ടെ. അവർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, അവരതിന് പ്രതികരിച്ചുകൊള്ളൂ. ടീച്ചർ, SDP ഒക്കെ UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വടകര പോലുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണത് പ്രതിഫലിക്കുക? അല്ല, അതിപ്പം അവരുടെ മുന്നണി പറയേണ്ട വിഷയമാണ്, ഞങ്ങൾ പറയേണ്ട വിഷയമല്ല. ഞങ്ങളതിലൊന്നും പ്രതികരിക്കുന്നില്ല. അവർക്ക് SDP പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു, അതൊരു വസ്തുതയാണ്. ആ പിന്തുണ അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് അവരുടെ മുന്നണിയും അവരുടെ ആളുകളും എല്ലാം പറയേണ്ട വിഷയമാണ്. ഞങ്ങളതിലൊന്നും പ്രതികരിക്കുന്നില്ല. നിങ്ങൾ കാണേണ്ടത് ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാകുന്നുവെന്ന് കാണുമ്പോൾ അത് സംരക്ഷിക്കാൻ ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജനങ്ങളോട് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് പാർലമെൻറ്റിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി ശക്തമായി വാദിക്കാനാണ്. ഒപ്പം കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്. അതിൻ്റെ കൂടെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ അത് വളരെ വലുതാണ്. ജനങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ വികസനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ജനങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആര് ചേരുന്നു, അവരെന്താണ് പറയുന്നത്, അതൊരു വിഷയമല്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്.